ആദ്യം തന്നെ ഞാൻ ഈശോയ്ക്കും തിരുകുമാരനും മാതാവിനും ഞാൻ ഹൃദയം പറഞ്ഞ് നന്ദി പറയുന്നു. എൻ്റെ പേര് ആതിര. ഞാൻ കോട്ടയം ജില്ല ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ 27 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത്. ഞാൻ 2023 ഞാൻ BSc നഴ്സിംഗ് ലാസ്റ്റ് ഇയർ പഠിക്കുമായിരുന്നു. എനിക്ക് അവിടെ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതിനെപ്പറ്റി എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ വിളിച്ച് പറയാം, അമ്മേ എനിക്ക് ഇന്ന പോലെ എനിക്ക് പഠിക്കുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അമ്മ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും എനിക്കൊരു ഇച്ചിരി ആശ്വാസം കിട്ടും. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. അമ്മ എനിക്കൊരു കുഞ്ഞ് കാശ് രൂപം തന്നു വിട്ടാണ് എന്നെ കോളേജിലോട്ട് വിടുന്നത്. എൻ്റെ കോളേജിൽ എനിക്ക് ഡെയിലി ഫോൺ പെർമിഷനുള്ള അലൗഡ് അല്ലായിരുന്നു. സാറ്റർഡേ സൺഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നോട് ഫോൺ കിട്ടുമ്പോൾ അമ്മ പറയും, വീഡിയോസ് സിനിമാസ് അതൊന്നും കണ്ടുകൊണ്ടിരിക്കാതെ മാതാവിൻ്റെ സാക്ഷ്യം കേൾക്കണം, ഉടമ്പടി ധ്യാനം കൂടണം എന്ന് പറയും. അപ്പോൾ ഞാൻ അന്നേരവും ഇച്ചിരി വലിമയൊക്കെ കാണിച്ചിരിക്കും. എന്നാലും ഞാൻ കാണും, ഞാൻ പഠിക്കും. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴത്തേനും ഞാൻ സാക്ഷ്യം കേൾക്കും. ആ സാക്ഷ്യം കേൾക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു. അങ്ങനെ എൻ്റെ 4th ഇയറിൻ്റെ അവസാനത്തെ എക്സാം എത്തി. എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. രാവിലെ മൊത്തം ഇരുന്ന് പഠിക്കും. പിന്നെ ഞാനത് റിവൈസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാവണം, എനിക്ക് വീണ്ടും സപ്ലി എഴുതി എനിക്ക് പൈസ കളയാനുള്ള മാർഗ്ഗമില്ല, അമ്മ എന്നെ നീ സഹായിച്ചേ പറ്റത്തുള്ളൂന്ന്. എൻ്റെ കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർ 2 ക്രിസ്ത്യൻസ് ആയിരുന്നു എൻ്റെ റൂമിലുള്ളത്. അവർ 2 പേര് റൂമിൽ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഹിന്ദുവായ എനിക്ക് മുട്ടുകുത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു ചമ്മലായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി അവിടെ നിന്നായിരുന്നു ഞാൻ മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അമ്മ തന്ന ഉടമ്പടി ലോക്കറ്റും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. 4th ഇയറിലെ അവസാനത്തെ എക്സാം OBG ആയിരുന്നു. OBG എക്സാം എഴുതിയപ്പോഴത്തേനും അതിൻ്റെ അകത്തൊരു 3-4 ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. എനിക്കറിയാം ഞാൻ നോക്കിയിട്ട് എനിക്ക് പാസ് മാർക്ക് ഒന്നും കിട്ടാനില്ല, ഞാൻ ജയിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ഞാൻ അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അമ്മയുടെ പ്രാർത്ഥനയോട് ഈ ലോക്കറ്റ് ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. പിന്നെ എല്ലാവരെ പോലെ തന്നെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ ആദ്യം നോക്കിയത് OET ആയിരുന്നു. OET നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച സമയത്തെ ആയപ്പോഴത്തേനും OETയുടെ പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ OET വിട്ട് ഞാൻ സൗദി പ്രോമെട്രിക് എടുത്തു. പ്രോമെട്രിക്കിന് വേണ്ടി ഞാൻ ജോലിക്ക് കയറി. എക്സ്പീരിയൻസ് വേണം. ഞാൻ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പ്രോമെട്രിക് എക്സാമിന് വേണ്ടി നോക്കി. ഞാൻ എവിടെ പഠിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചില്ല. പക്ഷേ ഞാൻ അതിന് മുമ്പേ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം ലൊക്കേഷൻ എടുത്ത് എനിക്ക് ചെന്നൈയിലാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കുള്ളതാണ് നീ ഇത് തരണം, എങ്കിലും എന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാവുള്ളൂ. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ ജയിക്കുവാണെങ്കിൽ എനിക്ക് നീ ഒരു അടയാളം തരണം. ഞാൻ ചോദിച്ചത് എനിക്ക് ഗ്രേ കളറുള്ള ഡ്രസ്സ് ഇട്ട ആൾക്കാരെയായിരുന്നു കാണിച്ചു തരാനായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സ് എല്ലാവരും തന്നെ ഗ്രേ ആയിരുന്നു. അപ്പം തന്നെ എനിക്കൊരു ഇച്ചിരി ആശ്വാസം വന്നു. പിന്നെ അവിടെ ആ പരീക്ഷാ ഹാളിലെ ഒരു മൂലയിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് തളിച്ചിട്ടാണ് ഞാൻ കയറിയത്. അവിടെ ചെന്നിട്ട് അവർ അകത്തോട്ട് കയറുമ്പോഴത്തേനും ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കാനോ തൈലം ഉപയോഗിക്കാനോ നമുക്ക് പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ തരി വെച്ചു, എൻ്റെ ചെവിയുടെ ഇടയ്ക്ക് ഞാൻ വെച്ചു. അങ്ങനെ ഞാൻ ആ ഉപ്പും കൊണ്ടാണ് ഞാൻ പരീക്ഷാ ഹാളിൽ കയറിയത്. പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അവിടെയും ഞാൻ പെട്ടു. അവിടെ എനിക്കൊന്നും അറിയാൻ മേല. ഞാൻ മാതാവിനോട് പറഞ്ഞ, മാതാവേ ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്കൊന്നും അറിയാൻ മേല, എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ ആ കീബോർഡിലേക്ക് ഞാൻ ഇതുപോലെ ഉടമ്പടി ഉപ്പ് ഞാൻ തളിച്ചു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ നോക്കുക, നിനക്ക് ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ ജയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതായിട്ട് പ്രാർത്ഥിക്കില്ല. പക്ഷേ റിസൾട്ട് വരുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും 2 ആഴ്ച കഴിയുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. പക്ഷേ എൻ്റെ വന്നപ്പോൾ അവിടെയും ലാഗായി. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവി തന്നെ റിസൾട്ട് വരാത്തത്. അപ്പം ഞാൻ കേൾക്കുന്ന സാക്ഷി മൊത്തവും ഇതുപോലെ സൗദി പ്രോമെട്രിക് എഴുതിയിട്ട് പുറത്തോട്ട് പോകുന്ന പിള്ളേരുടെ സാക്ഷിയാണ് ഞാൻ കേൾക്കുന്നത്. എല്ലാവർക്കും ഈ ഡേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ എക്സാം ഡേറ്റ് റിസൾട്ട് വരുന്ന ആ ഡേറ്റ് പോലെ തന്നെയാണ് ആ സാക്ഷ്യത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ദിവസവും ഇതുപോലെ ഒരു ചൊവ്വാഴ്ചയാണ്, ഇന്ന ദിവസത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞു. ആ സമയമായപ്പോഴത്തേനും എനിക്ക് മാതാവ് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളത് തരുക. അങ്ങനെ ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുക, മാതാവേ നന്ദി, എന്നെ വിജയിപ്പിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 2ാമത്തെ സാക്ഷ്യത്തിൽ എന്നെ എക്സാം പാസ്സാക്കി. 3ാമത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർവ്യൂ എന്ന വളരെ കാര്യമുണ്ട്. ഇൻ്റർവ്യൂ എല്ലാ ഇൻ്റർവ്യൂവും തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യും.
പക്ഷേ എനിക്ക് മുന്നോട്ട് ഒരു പ്രോസസ്സിംഗ് ഇല്ല. ഞാനൊരു 8-10 ഇൻ്റർവ്യൂയോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഓഫർ ലെറ്ററും ഞാൻ കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡായി പോകും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒരു എക്സാമിൻ്റെ അറ്റൻഡ് ചെയ്തു. അത് ഇങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കലിന് വിളിക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇതും എന്നെ പഴയ പോലെ തന്നെ ആയി പോവാണോ? എൻ്റെ ഇതെല്ലാം എക്സ്പയർ ആയി പോകുമല്ലോ മാതാവ്, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അച്ഛനെ കാണാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുകയും, ഞാൻ ഇച്ചിരി ഉഴപ്പിയായിരുന്നു എൻ്റെ പ്രാർത്ഥനയിലൊക്കെ. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരി മടി കാണിച്ചായിരുന്നു. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഞാൻ അച്ഛനെ വന്ന് കാണാൻ നിന്ന് അച്ഛനെ എടുക്കാനുള്ള ടോക്കൺ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു. ഇന്നപോലെ മെഡിക്കലിന് ഡേറ്റ് വന്നിട്ടുണ്ട്, മെഡിക്കലിനും വിസയും ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി മെഡിക്കൽ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അത് കിട്ടി. പിന്നെ വിസ വന്നു. വിസ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ലാഗ്, ടിക്കറ്റ് വരുന്നില്ല, യുദ്ധമായി, പ്രശ്നമായി, എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിനി ഒന്നും എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ ഭാഷയിൽ ചെയ്യാനുള്ള ഒന്നുമില്ല, ഇനി നീ എന്നെ രക്ഷിച്ചാലേ എനിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് കിട്ടത്തുള്ളൂ. മാതാവേ എനിക്ക് അതിനുള്ള മാർഗ്ഗം കാണിച്ച് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ച് അന്നേരം എൻ്റെ ഏജൻസി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആതിര നിൻ്റെയാണ് എല്ലാവരെക്കാളും മുന്നിൽ പോകുന്ന പ്രോസസ്സിങ്, നീ പേടിക്കണ്ട, നിൻ്റെ വരും, നമുക്ക് പ്രാർത്ഥിക്കാടാ. അപ്പോൾ എനിക്കും എൻ്റെ ഉള്ള ഒരു പ്രതീക്ഷ മാതാവ് എന്നെ കൈവിടത്തിൽ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ടിക്കറ്റ് വന്നു. ഈ മാസം 24-ാം തീയതിയാണ് ഞാൻ പോകുന്നത്. പിന്നെ രോഗസൗഖ്യമായിട്ട് കിട്ടിയത്, എൻ്റെ അമ്മയ്ക്ക് യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴയെ തുടർന്ന് ബ്ലീഡിങ് ആയി. സ്കാനിങ് കാണിച്ചപ്പോഴത്തേനും ഇത് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നീട് അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് നിത്യവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിന്നത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ വന്നപ്പോഴത്തേനും അമ്മയ്ക്ക് ആ സർജറി ചെയ്യേണ്ടെന്നാക്കി തന്നു മാതാവ്. പിന്നെ മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ മരുന്ന് എടുക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്കൊരു ചെസ്റ്റ് പെയിൻ വന്നു. ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ECG എടുത്തു. ECGക്കകത്ത് വേരിയേഷൻ ഉണ്ട്. പിന്നെ ട്രോപ്പൈ ചെയ്യാൻ പറഞ്ഞു, ട്രോപ്പൈ ചെയ്തു. അതിൻ്റെ അകത്തും വാല്യൂസ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും അവിടെയും വീണ്ടും ഡ്രോപ്പായി പോസിറ്റീവായിട്ട് തന്നെ കാണിച്ചത്. അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പും തൈലവും യൂസ് ചെയ്ത് വീണ്ടും പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിയുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ചെയ്യാൻ പറഞ്ഞു, ഒരു ഡ്രോപ്പൈ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ആ ഡ്രോപ്പൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് നെഗറ്റീവായി മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പം നിലവിൽ അമ്മയ്ക്ക് വേറെ മരുന്നൊന്നും ഉപയോഗിക്കേണ്ടത് വന്നിട്ടില്ല. ഇതൊക്കെയാണ് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ കാര്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരെ, അതായത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കാണുന്ന പാവപ്പെട്ട അച്ഛനെ അമ്മമാരെയും കാണുമ്പോൾ ഞാൻ അവർക്ക് ചായ, അല്ലെ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന, എൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള പൈസ ഇല്ല, എൻ്റെ കയ്യിൽ എന്നാണുള്ളത് അത് വെച്ച് ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പത്രം കൊടുക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെയാണ് ഞാൻ കൊടുത്തത്. പത്രം കൊടുക്കാൻ പോകുമ്പോഴും ഓരോ മനുഷ്യരും എന്നോട് ചോദിക്കും, നീ ശരിക്കും മാതാവിനെ കണ്ടിട്ടാണോ നീ കൊടുക്കാൻ ഇറങ്ങുന്നതെന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ മാതാവിനെ കാണും, അവിടെ കണ്ട ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പത്രം കൊടുക്കാൻ പോയപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ എന്നെ വട്ടം കൊണ്ട് ചോദിച്ചു, മാതാവുണ്ട്, ദൈവം ഉണ്ടെന്ന് ആരാ നിന്നോട് പറഞ്ഞേ, കൽരൂപങ്ങളിൽ ദൈവങ്ങളുണ്ടെന്ന് ആരാ നിന്നോട് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ വാദിച്ചു, ഇല്ല, ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്, അല്ല എന്നെക്കാളും കണ്ട ഒരാൾ അവിടെ ഉണ്ട്, ഇത് നിങ്ങൾ കണ്ടു നോക്കി, ഇത് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പത്രം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ മുന്നോട്ടുള്ള കാര്യത്തിലും മാതാവും ഈശോയും തിരുകുമാരനും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 115, 11 മുതൽ 13 വരെ തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് കർത്താവിൻ്റെ ഭക്തരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ആതിര എന്ന ഈ അക്രൈസ്തവ മകളുടെ ശക്തമായ ഉടമ്പടി സാക്ഷ്യാനുഭവങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, മകൾ ഉടമ്പടിയെടുത്ത നാൾ മുതൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഒരു ശക്തമായ പ്രത്യാശയാണ്. മകൾ പറയുന്നുണ്ട്, താൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തൻ്റെ കൂടെയുള്ള 2 പേർ മുറിയിലുള്ളവർ ക്രിസ്ത്യാനികളാണെങ്കിലും അവരത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതൊന്നും കാണാത്തത് കൊണ്ട് ഉടമ്പടി എടുത്ത് ഏതെങ്കിലും പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഒന്ന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് കരുതിയാലും അത് അവരെങ്ങനെ കാണും എന്ന് കരുതി എനിക്കത് മുറിയുടെ അകത്ത് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമെന്ന്. അതൊരു നിലപാടാണ്. ഞാൻ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവം എൻ്റെ ജീവിത വിഷയം ഏറ്റെടുത്തുകൊണ്ട് അതിനുമേൽ തീരുമാനം നൽകും. ഞാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ജീവിതവും ക്രമപ്പെടുത്തിയാൽ
ആ ഒരു ശക്തമായ ബോധ്യത്തിൽ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ആദ്യ അവസാനം പുലർത്തുന്ന ഒരു വിശ്വസ്തതയ്ക്ക് ദൈവം എപ്പോഴും പ്രതിഫലം കൊടുത്തുകൊണ്ടിരുന്നു എന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, താൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് പത്രം കൊടുക്കുവാൻ പോകുമ്പോൾ ഒരു അക്രൈസ്തവ മകളായതുകൊണ്ട് തന്നെ പലപ്പോഴും ചോദ്യങ്ങൾ കൂടുതലായിരുന്നു. തടയുകയോ സംശയങ്ങൾ ചോദിക്കുകയോ കളിയാക്കുകയോ അത് നിരന്തരം മകൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. ഒരിക്കൽ പോലും മനസ്സിടറാതെയും അതിൽ നിന്ന് പിന്തിരിയാതെയും താൻ അനുഭവിക്കുകയും തന്നെ കൈപിടിച്ച് നടത്തുകയും തൻ്റെ ജീവിത വിഷയങ്ങൾക്ക് നിരന്തരമായി സഹായം നൽകുകയും ചെയ്ത കൃപാസന മാതാവിനെയും ഈശോയെയും കുറിച്ച് പറയുവാനും പരിചയപ്പെടുത്തുവാനും മകൾ നിരന്തരം ശ്രദ്ധിച്ചു എന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ബലമാണ്, ഉടമ്പടി ജീവിതത്തിൻ്റെ മെറിറ്റുള്ള ഒരു സാക്ഷ്യവുമാണ്. നമുക്ക് ഭൗതികമായി കിട്ടുന്ന നന്മകളല്ല സാക്ഷ്യത്തേക്കാൾ ഉപരി നമുക്ക് ജീവിതത്തിൽ ഈശോയോട് പുലർത്തുന്ന അചഞ്ചലമായ നിലപാടാണ് സാക്ഷ്യത്തിൻ്റെ മെറിറ്റായി എപ്പോഴും മാറേണ്ടത്. കാരണം ആവശ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മളെ തേടി വരും. എന്നാൽ ഈശോയിൽ അടിയുറച്ചൊരു ജീവിതം നമുക്ക് പുലർത്തുവാനും ജീവിക്കുവാനും സാധിക്കുമെങ്കിൽ അത് ഏതൊരു സാഹചര്യത്തിലും ക്ഷയിക്കാവാതെ സന്തോഷത്തോടു കൂടി എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിന് മതിയായവൻ, എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ പോകുന്നവളെന്ന് ധൈര്യത്തോടു കൂടി പറയുവാൻ സാധിക്കുമെങ്കിൽ അതൊരു കൃപയുടെ ജീവിതമാണ്. അത് ഉടമ്പടി ഈടുവയ്പുള്ള, ഉടമ്പടി ഉറപ്പിച്ച ഒരു ജീവിതമായി നമുക്ക് കാണുവാനാവും. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് അമ്മ മാതാവ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തിന് ഉടമസ്ഥതയുള്ളൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചാണ് കൂട്ടിക്കൊണ്ടുവരിക. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പലവിധത്തിലുള്ളതാവാം, പക്ഷേ ആശ്രയിക്കേണ്ടത് ഒരുവനിൽ മാത്രമാണ്, അത് ഈശോയിലാണ്. ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെടുമ്പോൾ അവൻ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകും. അടയാളങ്ങളിലൂടെ കൂടെയുണ്ടെന്ന് അമ്മ നമ്മളെ അറിയിച്ചു തരികയും ചെയ്യും. അതാണ് മകൾ പറയുന്നത്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് അമ്മയുടെ നിറമുള്ള ഗ്രേ നിറമുള്ള ഒരിടത്ത് എനിക്കതിന് അടയാളം നൽകണമെന്ന്. ചെന്ന് കയറുമ്പോൾ ഉള്ളവരൊക്കെ ഗ്രേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചവരാണ്. പ്രിയമുള്ളവരെ, അമ്മയോട് ചോദിച്ചാൽ അല്പം പോലും വൈകാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ നിലനിൽക്കുന്ന അനുഗ്രഹവും സംരക്ഷണവും നൽകുവാൻ അമ്മ സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് പഠനം മുതൽ ജോലി വരെ എത്തിയ മകളുടെ ജീവിതത്തെ ഈ അൾത്താരയിൽ പങ്കുവെച്ചുകൊണ്ട് നമ്മോട് പങ്കുവെക്കുന്നത്. നമുക്ക് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ജീവിത വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.